പ്രിയപ്പെട്ട അധ്യക്ഷൻ, ജാഥ ലീഡർ സഖാവ് സുരാജ് ഉൾപ്പെടെയുള്ള വേദിയിലെ ആരാധ്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പാർട്ടിയുടെ 24ാമത് അഖിലേന്ത്യാ സമ്മേളനം ഏപ്രിൽ മാസം ആദ്യവാരത്തിൽ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് ചേരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെമ്പാടുമുള്ള ഘടക സമ്മേളനങ്ങൾ പൂർത്തിയാക്കി വരുന്നത്. കേരളത്തിലെ 35,000-ഓളം വരുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളും 2,250 ലോക്കൽ സമ്മേളനങ്ങളും 210 ഏരിയ സമ്മേളനങ്ങളും 14 ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് സംസ്ഥാന സമ്മേളനം 6, 7, 8, 9 തീയതികളിലായി കൊല്ലത്ത് ചേരുന്നത്. നമ്മുടെ പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല. നമ്മുടെ പാർട്ടി ഒരു വിപ്ലവ പാർട്ടിയാണ്. കൃത്യമായ ഒരു ലക്ഷ്യബോധവും പ്രത്യയശാസ്ത്ര നിലപാടും സംഘടനാ പ്രമാണങ്ങളും ഒക്കെയുള്ള ഒരു വിപ്ലവ പാർട്ടി എന്ന നിലയിൽ 3 വർഷത്തിലൊരിക്കൽ പാർട്ടി ലക്ഷ്യത്തിലോടെത്തുന്നതിന് എത്രമാത്രം മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്, എവിടെയൊക്കെയാണ് തിരിച്ചടികൾ ഉണ്ടായത്, എവിടെയൊക്കെയാണ് തിരുത്തൽ വരുത്തേണ്ടത് എന്ന സൂക്ഷ്മ പരിശോധന നടത്തുകയാണ് നമ്മുടെ പാർട്ടി സമ്മേളനങ്ങളിലൂടെ നിർവഹിക്കുന്നത്. നമ്മുടെ പാർട്ടിയെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്ന ബൂർഷ്വാ മാധ്യമങ്ങൾ, വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾ വലിയ തോതിലാണ് കേരളത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം അപവാദ കഥകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പ്രാഥമിക ധാരണ പോലുമില്ല എന്ന തോന്നലോടെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച്, CPM-നെ കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ അധികാരം നഷ്ടപ്പെട്ടു എന്ന പശ്ചാത്തലം ഉപയോഗിച്ച്, അതിനു മുമ്പ് 90കളിൽ സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരം നഷ്ടപ്പെട്ടു എന്ന പശ്ചാത്തലം ഉപയോഗിച്ച് മാർക്സിസം ലെനിനിസം പരീക്ഷിക്കപ്പെട്ട് പരാജയപ്പെട്ട ഒന്നാണെന്നും ഇനി ഒരിക്കലും ഇത് തിരിച്ചു വരില്ലെന്നും ശാശ്വതമായത് മുതലാളിത്തം മാത്രമാണ് എന്നും ആഗോളടിസ്ഥാനത്തിലും ഇന്ത്യയിലും വിശേഷിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളും കൊണ്ടുപിടിച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ച മാർക്സിസം ലെനിനിസം പ്രയോഗിക്കുന്നതിലെ അപാകത കൊണ്ട് സംഭവിച്ചതാണെന്ന് ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, നമ്മുടെ പാർട്ടിയും ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ളത്. സോവിയറ്റ് യൂണിയന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം സാധ്യമാവുക, എത്രയും വേഗത്തിൽ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ എന്തൊക്കെ കടമകളാണ് നാം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടത്, ഇതാണ് നമ്മുടെ പാർട്ടി സമ്മേളനങ്ങൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ പ്രചരിപ്പിക്കുന്നത് പോലെ ആഗോളടിസ്ഥാനത്തിലും നമ്മുടെ രാജ്യത്തും തൊഴിലാളി വർഗ പ്രസ്ഥാനവും അധ്വാനിക്കുന്ന ജനകീയ പ്രസ്ഥാനങ്ങളും അവരുടെ സംഘടിത ശക്തിയും ആകെ ചോർന്നു പോവുകയാണ് എന്നവരുടെ പ്രചാരണം വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ അയൽ രാജ്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നായ ചൈന, അവരുടെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, ചൈനീസ് പാർട്ടിയുടെ കോൺഗ്രസ് പറഞ്ഞു, നിശ്ചിത വരുമാനമുള്ള ജനത ഉള്ള രാഷ്ട്രമായി ചൈനയെ മാറ്റാൻ പോവുകയാണ്. ദരിദ്രരില്ലാത്ത ഒരു രാഷ്ട്രമായി ലോകത്തെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളത്, അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു രാജ്യമാണോ എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ ശ്രീലങ്കയിൽ സമീപകാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത്. അനുരകുമാര ഡിസ്നായകയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ശ്രീലങ്കയിലുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ. നമ്മുടെ മറ്റൊരു മേഖലയാണ് നേപ്പാൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. ക്യൂബയും വിയറ്റ്നാമും ലാവോസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവശേഷിക്കുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ലോകത്തെ പ്രതികൂല ഘടകങ്ങളെ അതിജീവിച്ച് ആ രാജ്യത്തെ ജനങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വളർച്ച കൈവരിച്ചുകൊണ്ട് മുന്നേറുന്ന ആവേശകരമായ ചുറ്റുപാടുകൾ നമുക്ക് കാണാനാവുന്നുണ്ട്.
90-കൾക്ക് ശേഷം വലതു പിന്തിരിപ്പൻ രാഷ്ട്രീയ ശക്തികൾ ലോക അധികാരങ്ങൾ കൈയടക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തിയപ്പോൾ കുറെ മുന്നേറ്റം അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും മറ്റും ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ കരുത്ത് ഈ വലതുപക്ഷ രാഷ്ട്രീയവൽക്കരണത്തിനെതിരായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരുന്നതും ലോകത്ത് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് പുരോഗമന പ്രസ്ഥാനങ്ങളെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ച് കൊണ്ടുപിടിച്ച പ്രചാരവേല നടത്തിയവർക്ക് നിരാശ നൽകുന്ന ഒന്നാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യം എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ നമ്മുടെ പാർട്ടിക്കെതിരായി പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും ഒക്കെ പരാജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഈ പ്രസ്ഥാനത്തിന് തിരിച്ചു വരാനാവില്ല, അവശേഷിക്കുന്ന കേരളം കൂടി ഇതാ ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പറ്റി പ്രാഥമികമായി മനസ്സിലാക്കുന്നവർക്കറിയാം, ഒരു വിപ്ലവ പാർട്ടി എന്ന നിലയിൽ CPIM രാജ്യത്ത് സോഷ്യലിസം നടപ്പിലാക്കാൻ വേണ്ടി ഇന്ന് നടപ്പിലാക്കേണ്ട ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് വേണ്ടി ജനങ്ങളെ പാകപ്പെടുത്തുക എന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. തൊഴിലാളികളെ സംഘടിപ്പിച്ച്, കൃഷിക്കാരെ സംഘടിപ്പിച്ച്, വിദ്യാർത്ഥികളും യുവാക്കളും സമൂഹത്തിൻ്റെ നാനാവിഭാഗം ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് രാജ്യത്ത് ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തര പരിശ്രമങ്ങളിൽ ഏർപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ നാം പങ്കെടുക്കുന്നു, ജയിക്കുന്നിടത്ത് നാം ഭരിക്കുന്നു, എല്ലാത്തിടത്ത് നാം ജനങ്ങളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകാൻ പോകുന്നു എന്ന പ്രചാരവേല സ്ഥാനത്താണ്. ഒരു കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. അധികാരം കൈവശം വെച്ച് മാത്രമേ കാര്യങ്ങൾ നേടാനാവൂ എന്ന് കരുതുന്നവരുണ്ട്. BJPയും കോൺഗ്രസും ഒക്കെ അങ്ങനെയാണ്. ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ പണം വാങ്ങി ആ പണം ഉപയോഗിച്ച് രാജ്യത്ത് കൊണ്ടുപിടിച്ച പ്രചാരവേല നടത്തി, രാജ്യത്തെ ഏറ്റവും വലിയ മാധ്യമ ശക്തികളെ കൂടെ നിർത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കൂടുതൽ സീറ്റ് നേടാൻ പരിശ്രമിക്കുന്നു. ഭൂരിപക്ഷം കിട്ടുന്നില്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ ജയിച്ചു വന്നവർക്ക് കോടാനുകോടികൾ കൊടുത്ത് വിലക്ക് വാങ്ങിയെടുത്ത് ഭരണത്തിലേക്ക് പോകുന്നു. ഇതാണല്ലോ BJPയിൽ നാം കണ്ടത്. പാർലമെന്റിൽ ഭൂരിപക്ഷം നേടിയ BJP പണം നൽകി അധികാരത്തിൽ വരാൻ സഹായിച്ച ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ പറയുന്നിടത്തെല്ലാം ഒപ്പുവെച്ചു കൊടുക്കാൻ പോയത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരനെതിരായി അവശ്യ വസ്തു നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ അപകടകരമാക്കുന്ന നിലയിൽ 3 നിയമം പാർലമെന്റിൽ പാസ്സാക്കിയപ്പോൾ പാർലമെന്റിൽ BJPക്ക് നിയമം പാസ്സാക്കവും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ നിയമം പിൻവലിക്കേണ്ടുന്ന ഘട്ടത്തിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള BJPക്ക് കർഷകർക്കെതിരായി പാസാക്കിയ നിയമം പിൻവലിക്കേണ്ടി വന്നത്? രാജ്യത്തെ കൃഷിക്കാരുടെ സംഘടിത ശക്തിയുടെ ചൂടുകൊണ്ടാണ്. രാജ്യത്തെ തൊഴിലാളികളും കൃഷിക്കാരും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളും സുസംഘടിതരായി ഭരണകൂടം നടത്തുന്ന അടിച്ചമർത്തലുകൾക്കെതിരായി പ്രതിരോധമുയർത്തിയാൽ കീഴടങ്ങാത്ത ഭരണാധികാരികളില്ലെന്നാണ് ആ കർഷക സമരം നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സമീപിക്കുന്നത്, രാജ്യത്തെ ജനകീയ പോരാട്ടങ്ങളെ കൂടിയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ പാർട്ടിയുടെ വൈപുല്യം സാധ്യമാകുന്നതിനു വേണ്ടി, ജനകീയ പ്രസ്ഥാനങ്ങൾ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി സജീവമായി ചർച്ച ചെയ്യുന്ന പാർട്ടി കോൺഗ്രസ് കൂടിയായിരിക്കും മധുര പാർട്ടി കോൺഗ്രസ്. അതിനനുസരിച്ചുള്ള ചർച്ചയും തീരുമാനങ്ങളും കൈക്കൊള്ളുന്ന പാർട്ടി സമ്മേളനമായിരിക്കും കൊല്ലത്ത് ചേരുന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനവും. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സഖാവ് സ്വരാജിൻ്റെ പ്രസംഗം പ്രതീക്ഷിച്ചാണ് നിങ്ങളിരിക്കുന്നത് എന്നറിയാം. സഖാവ് സ്വരാജ് നിങ്ങളോട് സംസാരിക്കും. ഈ ജാഥയ്ക്ക് നിങ്ങളിവിടെ നൽകിയിട്ടുള്ള ആവേശോജ്വലമായ സ്വീകരണത്തിന് ജാഥയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ലാൽ സലാം.